നിങ്ങളുടെ കുട്ടിക്ക് ഒരു വൈറൽ ഫീവറിന് ശേഷം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത് ഒരു പോസ്റ്റ് വൈറൽ മയോസൈറ്റിസ് കൊണ്ടാവാം. 2.5 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് പേരൻസ് ക്ലിനിക്കിലോട്ട് വന്നത്. അപ്പോൾ കുഞ്ഞിന് ഈ പെരുവിരലും ബാക്കിയുള്ള വിരലുകളും വെച്ചിട്ട് അവരുടെ ഉപ്പൂറ്റി ഭാഗം മേലോട്ടാക്കിയിട്ട് ഒരു ടിപ്ടോ വാക്കിംഗ് രീതിയിലാണ് കുഞ്ഞ് നടക്കുന്നത്. അപ്പോൾ പേരൻസ് വളരെ പാനിക്കായിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നു, ഇത് ഓട്ടിസം എന്തെങ്കിലും ആണോ ഡോക്ടറെ എന്ന്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ കുഞ്ഞിൻ്റെ കേസ് ഹിസ്റ്ററി എടുത്തു. അപ്പോൾ കുഞ്ഞിന് ഒരാഴ്ച മുമ്പ് ശക്തമായ പനി ഉണ്ടായിരുന്നു. ആ പനിക്ക് ശേഷമാണ് കുഞ്ഞിങ്ങനെ ഒരു ടിപ്ടോ വാക്കിംഗ് രീതിയിൽ നടക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം, അതൊരു ഇൻഫ്ലുവൻസ വൈറസ് ആവാം, ഒരു വൈറൽ ഫീവർ ആവാം, ആ ഒരു വൈറൽ ഇൻഫെക്ഷന് ശേഷം മസിൽസിൽ ടെമ്പററി ആയിട്ട് വരുന്ന ഇൻഫ്ലമേഷനെയാണ് പോസ്റ്റ് വൈറൽ മയോസൈറ്റിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്? ആദ്യമായിട്ട് തന്നെ മസിൽസിൽ വേദന കൊണ്ട് ചില കുഞ്ഞുങ്ങൾ നടക്കാറേയില്ല, ചില കുഞ്ഞുങ്ങൾ ഇതുപോലെ ടിപ്ടോ വാക്കിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ മസിൽസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവാം, വേദന ഉണ്ടാവും. പക്ഷെ കുഞ്ഞ് വളരെ അലേർട്ട് ആയിരിക്കും, നോർമൽ ആയിരിക്കും. അതുപോലെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ശക്തമായ ഒരു പനിക്കോ ശേഷമായിരിക്കും സഡൻ ആയിട്ട് ഇത് വന്നിട്ടുള്ളത്. ഇനി ഈ ടിപ്ടോ വാക്കിംഗ് വേറെ ഏതൊക്കെ അസുഖങ്ങളിലാണ് കാണുന്നത്? ഓട്ടിസത്തില് പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റമാണ് ടിപ്ടോ വാക്കിംഗ്. പക്ഷേ അത് സഡൻ ആയിട്ട് വരുന്നതല്ല, കുറെ നാളുകളായിട്ട് കുഞ്ഞ് ഈ ടിപ്ടോ വാക്കിംഗ് ഉണ്ടാവാറുണ്ട്. രണ്ടാമതായിട്ട് ടിപ്ടോ വാക്കിംഗ് കാണുന്നത് സെറിബ്രൽ പാൽസിയിലാണ്. സെറിബ്രൽ പാൽസിയിൽ ടിപ്ടോ വാക്കിംഗ് മാത്രമല്ല, കൂടാതെ തന്നെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, അതായത് കുഞ്ഞ് ഇരിക്കുക, നിൽക്കുക, അതുപോലെ എല്ലാ മൈൽ സ്റ്റോൺസും ഡിലേയും കാണാറുണ്ട്. മൂന്നാമതായിട്ട് കാണുന്ന കണ്ടീഷനാണ് ഗുലിയൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതും മസിൽസിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. ഇത് ഗ്രാജുവൽ ആയിട്ട് മസിൽ വീക്ക്നെസ് വരുന്നു. ഇത് തികച്ചും റിവേഴ്സിബിൾ ആയിട്ട് നമ്മൾ പഴയ രീതിയിലോട്ട് കുഞ്ഞിനെ എത്തിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ടുള്ള കണ്ടീഷനാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഇത് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. നാഡികളുടെ പ്രശ്നം കാരണമാണ് ഇത് വരുന്നത്. ഇത് പ്രോഗ്രസീവ് ആയിട്ട് മസിൽസ് വീക്ക്നെസ് ആയി വന്നുകൊണ്ടേയിരിക്കും. ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്? ബ്ലഡിൽ ക്രിയാറ്റിൻ കൈനേസ് നോക്കേണ്ടതാണ്. അതായത് മസിൽസിന് ഇൻഫ്ലമേഷൻ വരുമ്പോൾ മസിൽസിൽ നിന്ന് ഉണ്ടാകുന്ന എൻസൈമാണ് ക്രിയാറ്റിൻ കൈനേസ്. അപ്പോൾ ഈ പോസ്റ്റ് വൈറൽ മയോസൈറ്റിസിൽ ക്രിയാറ്റിൻ കൈനേസ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അടുത്തതായിട്ട് യൂറിൻ റൂട്ടീൻ നോക്കേണ്ടതാണ്. യൂറിനിൽ മയോഗ്ലോബിൻ കാണുന്നതാണ് പോസ്റ്റ് വൈറൽ മയോസൈറ്റിസിൽ. അടുത്തതായിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇത് ഒരു 6 to 7 ഡേയ്സിനുള്ളിൽ തനിയെ മാറുന്ന ഒരു കണ്ടീഷനാണ്. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു പീഡിയാട്രീഷ്യനെ കാണേണ്ടതാണ്. നല്ല പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ലോണം ഫ്ലൂയിഡ്സ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, പ്രോട്ടീൻസ് ഉള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ പ്രോപ്പർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്ന ഒരു അസുഖമാണ്.